ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പം നമുക്കറിയാം PYQസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PYQs ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോപ്പിക് എന്ന് പറയുന്നത് കേശവദാസ് ആണ്. അപ്പോൾ കേശവദാസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ PYQ സെക്ഷൻസും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആകുമ്പം നിങ്ങൾക്ക് കേട്ടറ്റിന് കുറേയൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ 3യുടെ പ്രിപ്പറേഷൻ ആണെങ്കിലും 4ന്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും. എനിവേസ് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കേശവദാസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. രീതികാലിലെ പ്രഥമ ആചാര്യയായിട്ടുള്ള കേശവദാസിനെ കുറിച്ച്. 1555 to 1617 അദ്ദേഹത്തിന്റെ ജീവിത കാലം എന്ന് പറയുന്നത്. വിക്രമിയാണ് ഡേറ്റ് പറയുന്നത്. ഓക്കെ, ഹിന്ദി സാഹിത്യക്ക് പ്രഥമ ആചാര്യയായിട്ട് അറിയപ്പെടുന്നുണ്ട് കേശവദാസ്. അതുപോലെ തന്നെ രീതികാലിലാണ് കേശവദാസിന്റെ टाइम पीरियड. संस्कृत काव्यशास्त्र का परिचय कराने वाले हिंदी के कवि. അടുത്ത പോയിന്റ് ആണ് സംസ്കൃത കാവ്യശാസ്ത്ര. അതായത് ഇദ്ദേഹത്തിന്റെ രചനകളെല്ലാം തന്നെ സംസ്കൃതത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല നോളജ് ഉണ്ടായിരുന്നു സംസ്കൃതത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പല രചനകളിലും ഈ കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പല രചനകളും എന്താണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത പോയിന്റ് ആണ് മഹാരാജ് ഇന്ദ്രജിത് സിംഗ് മുഖ്യ ആശ്രയദാത. അപ്പൊ ഇദ്ദേഹം എന്താണ് ഒരു ദർബാരി കവിയായിരുന്നു. അപ്പം ഇന്ദ്രജിത് സിംഗിന്റെ ദർബാരി കവിയായിരുന്നു കേശവദാസ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ആശ്രയത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇനി ജന്മസ്ഥാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർച്ച എന്നതാണ് ജന്മസ്ഥാൻ. കേശവദാസിന്റെ ജന്മസ്ഥാൻ എന്ന് പറയുന്നത് ഓർച്ച ആണ്. ഇനി ഇദ്ദേഹം സംസ്കൃതത്തിലെ ഒരു വിദ്വാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതലും സംസ്കൃതത്തിലെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. രാംചന്ദ്രിക ഉൻക പ്രസിദ്ധ മഹാകാവ്യ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മഹാകാവ്യമാണ് രാംചന്ദ്രിക. ഇത് കൂടാതെ രചനകളുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ കേശവദാസിന്റെ രചനകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, കാരണം ഓരോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു ചെറിയ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ദിവസം എന്താണ് ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. രാംചന്ദ്രിക ഉൻക പ്രസിദ്ധ മഹാകാവ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മഹാകാവ്യമാണ് രാംചന്ദ്രിക. ഇനി അടുത്താണ് അലങ്കാർ സമ്പ്രദായവാദി ആചാര്യൻ. അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതൽ അലങ്കാറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അലങ്കാർ സമ്പ്രദായവാദി ആചാര്യ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സുകളിലേക്ക് പോവാം. ഇനി ഇദ്ദേഹത്തിന്റെ രചനകളിൽ അലങ്കാരമൊക്കെ ദോ ഫേദ് ദേഖ്നേക്കിലെ മിൽത്തെ. അലങ്കാരത്തിന്റെ രണ്ട് ഡിവിഷനാണ് കാണാൻ പറ്റുന്നത്. ഒന്നാമത് സാധാരണ അലങ്കാർ ഓർ വിശിഷ്ട അലങ്കാർ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ശുക്ലജിനെ കഠിന കാവ്യ ക പ്രേത് കഹ. അപ്പൊ ഇദ്ദേഹത്തെ എന്താണ് ശുക്ലജി പറഞ്ഞൊരു കാര്യമാണ് കഠിൻ കാവ്യ ക പ്രേത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ സംസ്കൃത വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതിന് പിന്നിലെ മെയിൻ റീസൺ. ഇനി അടുത്താണ് അപ്പനെ കാവ്യ ക മാധ്യ ബുന്ദേലിക്കോ ബനായ. ബുന്ദേലി എന്ന് പറയുന്ന ഭാഷയിലാണ് കൂടുതലും രചനകൾ എഴുതിയിട്ടുള്ളത്. ബുന്ദേലി എന്ന് പറയുന്നത് ഹിന്ദിയുടെ ഒരു ഓൾഡ് ഫോം ആണ്. അപ്പൊ അതിലാണ് കൂടുതൽ രചനകൾ എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പം ഹിന്ദിക്ക് ഉപഭാഷായം തഥാ മൂല്യം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഉൻകെ ഭാഷ സംസ്കൃതത്തെ അത്യധിക് പ്രഭാവിത്. അദ്ദേഹത്തിന്റെ ഭാഷ എന്താണ് സംസ്കൃതത്തിൽ നിന്ന് ഒത്തിരി ഇൻസ്പയർഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ രചനകളിൽ സംസ്കൃത വേർഡ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ശൃംഗാർ ഓർ വീർ രസ് കെ കവി ഹെ. ശൃംഗാർ അതുപോലെ തന്നെ വീർ രസ് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ രചനകളിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇന്ദ്രജിത് സിംഗിന്റെ ആശ്രയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കവി ആയതുകൊണ്ട് തന്നെ എന്താണ് രാജാവിനെ പുകഴ്ത്തി പറയുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രചനകളിൽ നമുക്ക് കിട്ടും. ഇനി രചനാമയം ചന്തോക്കി വിവിധത. ഓക്കെ, രചനാമയം ചന്തോക്കി വിവിധത, അതായത് അദ്ദേഹത്തിന്റെ രചനകളിൽ എന്താണ് വിവിധ തരത്തിലുള്ള ചന്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. രാംചന്ദ്രികാക്കോ വിദ്വാനോനെ ചന്തോങ്ക അജായബ് ഘർ കഹ. രാംചന്ദ്രിക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയെ വിദ്വാൻമാര് ചന്തോങ്ക അജായബ് ഘർ എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം അതിൽ പല രീതിയിലുള്ള ചന്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. ശുക്ലജിനെ കേശവ് കോ കവി ഹൃദയ നഹി മിലാദ ഉന്മേ വോ സഹൃദയത ഓർ ഭാവുകത നാദി ജോയെ കവി മേ ഹോനി ചാഹിയെ. അപ്പം കേട്ടിട്ടിനല്ല, വേറെ ഏതെങ്കിലും എക്സാമിനാണെങ്കിലും ഈ ഡയലോഗ്സുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കേട്ടറ്റിന്റെ ഒരു ബേസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശുക്ലജി കേശവ് കോ കവി ഹൃദയ നഹി മിലാ ഹെ. കേശവദാസിന് എന്താണ് ഒരു കവി ഹൃദയം കിട്ടിയിട്ടില്ല. ഉന്മേ വോ സഹൃദയത ഓർ ഭാവുകത നാദി. ഇപ്പൊ സഹൃദയത അതുപോലെ ഭാവുകതയൊന്നും ഇല്ലായിരുന്നു. ഒരു കവിയിൽ
ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ശുക്ലജി പറയുന്നത്. അതിന് പിന്നിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹം സംസ്കൃതത്തിലാണ്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് കൂടുതൽ രചനകൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കേശവദാസിനെ കുറിച്ച്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ PYQ സെക്ഷനും കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 80-നടുത്ത് വീഡിയോസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതും നോക്കുക, കേട്ടതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.